ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവറുണ്ട്. നിങ്ങൾ ഇവിടെ നാട്ടുകാരൻ കൂടിയാണ്, ആംബുലൻസിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്തുള്ള അവസ്ഥ എന്തായിരുന്നു? ഈങ്ങാപ്പുഴ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഷിബിലനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഷിബിലൻ്റെ ഫാദറിനാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഞാനൊരു ആംബുലൻസ് വിളിച്ച് അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോലെ മാതാവിനെ അങ്ങോട്ട് ഈങ്ങാപ്പുഴ കൊണ്ടുവരുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അവരെ ആംബുലൻസ് കയറ്റി അവരെ കൂടെയാണ് ഞാൻ കോളേജിലേക്ക് പോയത്. കോളേജിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ശേഷം പോകുന്നത്. എങ്ങനെയാണ് ആരോഗ്യനില? എങ്ങനെയുണ്ട് പിതാവിൻ്റെ? കുഴപ്പമില്ല, തരണം ചെയ്തിട്ടുണ്ട്. ഡോക്ടറോട് സംസാരിച്ചിരുന്നതാണ്. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ആരോഗ്യനില തരണം ചെയ്തു. CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത്. എവിടെയാണ് അബ്ദുറഹ്മാൻ പരിക്ക്? അബ്ദുറഹ്മാൻ തലയ്ക്കാണ് പരിക്ക്. തലയ്ക്ക് 2 മുറിവുണ്ട്. ഒരു മുറിവ് അത്യാവശ്യം നല്ല മാരകമായ മുറിവ് തന്നെയാണുള്ളത്. ഭാര്യയ്ക്ക് കൈൻ്റെ ഷോളറിനാണ് മുറിവുള്ളത്. അത് വലിയൊരു കുഴപ്പമില്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതാണ് ഈ ആംബുലൻസിൽ കൊണ്ടുപോയ ആളാണ്, പ്രദേശവാസി കൂടിയായ ആളാണ് ഇപ്പോൾ സംസാരിച്ചത്. തലയ്ക്കാണ് അബ്ദുറഹ്മാൻ ഈ കത്തി കൊണ്ട് കുത്തിയിട്ടുള്ളത്. അത് അപകടനില തരണം ചെയ്തു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് പ്രകാരം അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തിയ ആളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. എന്തുതന്നെയായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഈങ്ങാപ്പുഴയിൽ ഉണ്ടായത്. നമുക്കറിയാം, ഇതിനു മുൻപാണ് താമരശ്ശേരിയിൽ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ ആഷിഖിൻ്റെ ഉറ്റ സുഹൃത്താണ് ഈ യാസിർ. ആ ഒരു ദൃശ്യം, സെൽഫി എടുക്കുന്ന ഒരു ദൃശ്യമാണ് കുറച്ചു മുൻപ് നമ്മൾ ചാനലിലൂടെ പുറത്തുവിട്ടത്. ഈ യാസിറും ലഹരിക്ക് അടിമയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇത്തരത്തിൽ ആഷിഖ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ് അവർ ഇതിന് കാരണമായി പറയുന്നത്. നിരവധി തവണ ഈ ഷിബിലയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായി ഫോണിലൂടെയും വാട്സപ്പിലൂടെയും എല്ലാം തന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി കൊല്ലും, അല്ലെങ്കിൽ ഇതൊരു ഭീഷണിയായി മാത്രം കാണുകയായിരുന്നു ഷിബില. ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നോ പോലീസ് സ്റ്റേഷനിൽ? ഒപ്പം തന്നെ ഇതിന് ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ ഏതെങ്കിലും തരത്തിൽ നടത്താൻ ബന്ധുക്കളോ മറ്റാളുകളോ ആരെങ്കിലും തയ്യാറായിരുന്നോ? പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 28-ന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അന്ന് യാസിറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതുമാണ്. ആ വിളിപ്പിച്ച് കാര്യങ്ങൾ സംസാരിച്ചതാണ് ഇനി പ്രശ്നമുണ്ടാവുന്നത്. അവർ വിളിപ്പിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നത് യാസിറുമായി തെറ്റി നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വീട്ടിലേക്ക് ഷിബിലി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു സെറ്റ് വസ്ത്രം മാത്രമാണ്, 3 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ മുന്നിൽ വെച്ചാണ് ഈ ഒരു കൊലപാതകം ഇന്ന് നടന്നത്. ആ ഒരു സെറ്റ് വസ്ത്രം മാത്രമായിരുന്നു ആ സമയത്ത് ആ യാസിറിൻ്റെ വീട്ടിൽ നിന്നും ഷിബിലിയും മകളും വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. കൂടുതൽ വസ്ത്രങ്ങൾ തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ അത് എടുക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഷിബിലി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയത്. തുടർന്ന് പോലീസുമായുള്ള നടത്തിയ ചർച്ചയിൽ ആ വസ്ത്രങ്ങൾ നൽകാമെന്ന് യാസിർ സമ്മതിച്ചതാണ്. പക്ഷേ ആ വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ആ വസ്ത്രങ്ങളാണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തീയിട്ട് നശിപ്പിച്ച് ആ തീയിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയത് യാസിർ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഈ യുവതി ഇതിനു മുൻപ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേരിട്ടു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് 11 മണിക്ക് ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യാസിർ ഇവിടെ എത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്.